നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് കുറച്ച് പുതിയ പാത്രങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നെസ്റ്റേഷ്യൻ്റെ നല്ല അടിപൊളി ബ്രാൻഡാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതന്നെയാണ്. അപ്പോൾ അത് കുറച്ച് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് കേട്ടോ ഞാൻ. നിങ്ങൾക്കറിയാലോ, പാത്രങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. വേറെ ഇതിനേക്കാളും പ്രധാനം പാത്രങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു ചെറിയൊരു ഗുളിക കുടിക്കാണ്ടെങ്കിൽ അതും കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ ഓരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാദ്യം തന്നെ ഒരു നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രൈപ്ലൈ ഒരു കടായിയാണ്. അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി സാധനങ്ങൾ കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് വലിപ്പമുള്ള ഒരു കടായിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ട്രൈപ്ലൈ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേ പോലെയാണ് കേട്ടോ ഇതിൽ ചൂടെത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിംഗ് പെട്ടെന്ന് തന്നെ കഴിയും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ ഈ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡബിൾ വാൾഡ് ആയിട്ടുള്ള കാസറോളാണ്. പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോഡി തന്നെയാണ് കേട്ടോ അതിന്. പ്ലാസ്റ്റിക് കാസറോളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കല്. അപ്പോൾ അതിന് വരുന്ന റസ്റ്റും സ്റ്റെയിനും ഒന്നും ഈ ഒരു കാസറോളിന് വരില്ല കേട്ടോ. അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വലിപ്പമാണ് കേട്ടോ ഈ ഒരു കാസറോൾ വരുന്നത്. 3000 ml ആണ് കേട്ടോ ഇതിൻ്റെ അളവ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാനും പറ്റും. അടുത്തത് 2 ഗ്ലാസിൻ്റെ ജാറാണ്. അത് ഡബിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 1300 ml തന്നെയാണ് ഇതിന് വരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ 1 കിലോ സാധനങ്ങളൊക്കെ ഇതിൽ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും. നല്ല ഭംഗിയുണ്ടല്ലോ. എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് കേട്ടോ ഈ ഒരു പിങ്ക്. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനിതാ ഒന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ പിറ്റേന്നൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കും കൂടി ചെയ്തിട്ടുണ്ട്. എന്നതിൻ്റെ ശേഷം നമുക്കിതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ അതാ കുറച്ചധികം പാത്രങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് വഴിയെ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ബട്ടൂരയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മൈദയും 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള റവ എടുക്കുന്നുണ്ട്. റവ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയും പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അപ്പക്കാരം, അതും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മളൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള തൈര്, വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിപ്പോൾ ഓയിലൊന്നും നമ്മൾ സാധാരണ പൂരിനെ പോലെ ഓയിലൊന്നും കുടിക്കൂല കേട്ടോ. രാവിലെ ഓയിൽ കുടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സാധാരണ പൂരിയൊന്നും നമ്മൾ കഴിക്കാത്തത്. അപ്പോൾ ഇത് ഓയിലൊന്നും കുടിക്കാതെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതിനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ കേട്ടോ കുഴയ്ക്കുന്നതും പൊരിക്കുന്നതും നമ്മുടെ ചന മസാല ഉണ്ടാക്കുന്നതും. ചന മസാല വെച്ചാൽ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലാണേ. പിന്നെ ഒരു കുക്കിംഗ് പോട്ടാണിത്. കുക്കിംഗ് പോട്ടായിട്ടും പിന്നെ സെർവിങ് ബൗളായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ചെറിയൊരു ആവശ്യത്തിനൊക്കെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചന തലേന്ന് തന്നെ നല്ലോണം ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ കുതിർക്കാൻ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടോ, ആവശ്യത്തിന് അധികം വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. കുറച്ചധികം തന്നെ അതിൽ അളവ് വരുന്നതാണ് കേട്ടോ ഈ ഒരു കുക്കിംഗ് പോട്ട്. ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ ലിഡ് വരുന്നത് സെറാമിക്കിലാണ്. ബേഡിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ നല്ലൊരു ഭംഗിയാലേ. നമ്മളെ കിച്ചണിലേക്കൊക്കെ നല്ല രസം ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതേപോലത്തെ സെറ്റ് ചെറുതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ജാറിൻ്റെ ചെറുതുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു പനീർ മോൾഡാണ്. പനീർ ഉണ്ടല്ലോ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യാറില്ല, എന്നാലും ഇതിൽ വെച്ചിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്ലോത്തിലൊക്കെ വെച്ചിട്ടാണല്ലോ ഇത് പിഴിഞ്ഞെടുക്കൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ വെച്ച് ഇങ്ങനെ ആ ഒരു മുകളിലുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം കൊണ്ട് അമർത്തുമ്പോൾ നല്ല ഷേപ്പായി കിട്ടുകയും ചെയ്യും. നല്ല ഫുഡ് ഗ്രേഡും ആണ് കേട്ടോ അത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലുകളൊന്നും എവിടെ വെക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ എൻ്റെ ഷോക്കേസിൽ നിറയെ കുപ്പികളും സാധനങ്ങളും ആയതുകൊണ്ട് ഇതിപ്പോൾ കാണാനും നല്ലൊരു ലുക്കാണല്ലേ അത്. നമ്മുടെ കിച്ചണിനൊക്കെ പ്രത്യേക ഭംഗി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഗ്ലാസ് വെക്കും, ചിലപ്പോൾ ഞാനിങ്ങനെ മണി പ്ലാന്റ് വെക്കുന്നൊക്കെ ഒരു സ്പേസാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഒരു കട്ടിംഗ് ബോർഡാണ്. അക്കേഷ്യ വുഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് സെർവിങ്ങിന് ഉപയോഗിക്കുക, അതേപോലെ തന്നെ നമുക്ക് കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കുക. ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലീഫിൻ്റെ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ആ മോൾ ഭാഗം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ ചന മസാല ഉണ്ടാക്കാനായിട്ട് ഉള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കടായി തന്നെയാണ് കേട്ടോ. കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമുക്ക് കറി ഉണ്ടാക്കുക, പൊരിക്കുക, എല്ലാം ചെയ്യാം കേട്ടോ.
ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് വരുന്നുണ്ട് ഇതിൽ. നല്ല കോട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണത്തെ ആ കോട്ടിംഗ് അല്ല. പിന്നെ ആ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസ് ചതച്ചിട്ട് കൊടുത്ത് പിന്നെ ഒരു ഉള്ളി അതേപോലെ അരിഞ്ഞു കൊടുത്തും 2 പച്ചമുളക് അരിഞ്ഞതും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കുറേശ്ശാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എരിവായി പോകണ്ട. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എരിവൊക്കെ കൂടിയാൽ കുട്ടികൾക്കൊക്കെ വലിയ പ്രശ്നമായിരിക്കും. അതിൻ്റെ പച്ചമുളകൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മളിത് ഒരു വലിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ വെക്കുന്നത് ഒരു 5-6 ആളുകൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യണേ, മസ്റ്റ് ട്രൈ ആണ്. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിലുള്ള ജീരകം പൊടിച്ച്, അപ്പോൾ ജീരകത്തിൻ്റെ പൊടി കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോണ്ടി. പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് ചേർത്ത് കൊടുക്കുക, പക്ഷേ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ അളവിലുള്ള ആ ഒരു കടല പുഴുങ്ങിയതുണ്ടല്ലോ, വെള്ളക്കടല മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ആ ഒരു പാനിലേക്ക് നമ്മൾ ഈ അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ കുക്കറിലുള്ള ആ വെള്ളത്തോട് കൂടിയിട്ടുള്ള കടലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടി. പിന്നെ ആ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും റെഡി ആയിക്കണേ. എന്നാലും ആ ഒരു നമ്മൾ അരച്ച് ചേർത്ത് ഒന്നും കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടും അതിലേക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഉപ്പ് പാകത്തിന് കുറവുണ്ടായിന്, അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. ഓൾറെഡി നമ്മൾ കടലയിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ അത് ആ കസൂരി മേത്തി ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതാണ് പ്രത്യേക ഒരു ടേസ്റ്റ് തരും കേട്ടോ ഈ ഒരു കറിക്ക്. പിന്നെ അതിലേക്ക് മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്താൽ അത് ആ കറി റെഡിയായി. അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ബൗളിലേക്ക് ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു പാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇതും ആ കാസറോളും. ഇതപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ നമുക്ക് എല്ലാത്തിനും. പിന്നെ നമ്മൾ നേരത്തെ പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടില്ലേനോ, അത് ചെറിയ ഉരുളകളാക്കിയിട്ട് പൂരിൻ്റെ ഒക്കെ ഒരു വലുപ്പത്തിൽ. ഞാനിപ്പോൾ ഈ ബട്ടൂര പൂരീൻ്റെ മോഡലാണ് കേട്ടോ. അല്ലാത്തൊരു നീളത്തിലുള്ള ടൈപ്പിലും നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൂരീൻ്റെ അതേപോലെ തന്നെ ഒരു ഇത്തിരി കട്ടി ഉണ്ടായിക്കോട്ടെ. വളരെ നൈസ്, ചപ്പാത്തി പോലെ നൈസായി പോയാൽ പൊങ്ങി വരില്ല കേട്ടോ. അത് നമ്മൾ നേരത്തെ കറി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കടായി തന്നെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ബട്ടൂര നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറിക്കാണ് ഏറ്റവും മാച്ച്. നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി വരുന്നുണ്ട്. ഇത് ഈ നൈസായിട്ട് നമ്മൾ പരത്തുമ്പോൾ അങ്ങനെ പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാസറോളിലാണ് കേട്ടോ നമ്മളത് പൊരിച്ചിട്ട് കൊടുക്കുന്നത്. അത് നമ്മളൊരു അടുക്കളക്ക് നല്ലൊരു ഭംഗിയാണ്, അതുമല്ല യൂസുമാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്ന പാത്രങ്ങളാണ് നെസ്റ്റേഷ്യൻ്റെത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അടുത്ത് ഇനി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ പിയാപ്പിൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രാവിലെ തന്നെ ഓയിൽ ഒരുപാട് ആയിട്ടില്ല എന്നും പറഞ്ഞിട്ട്. ഈ പാത്രങ്ങളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കണ്ടേ. താങ്ക്സ് ഫോർ വാച്ചിങ്.